ഇന്ന് ചോറിനും ചപ്പാത്തിക്കും സൈഡായിട്ട് ഒരു അടിപൊളി റെസിപ്പി നോക്കാം. അതിനായിട്ട് ഇതുപോലെ 4 വഴുതന എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 4 അല്ലി വെളുത്തുള്ളി, 8 അല്ലി ചെറിയുള്ളി, കുറച്ചധികം കറിവേപ്പില, 1/2 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആദ്യം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളവും കൂടി മുകളിലൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. ഇടയ്ക്ക് 2-3 തവണ മൂടി തുറന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഉരുളക്കിഴങ്ങും വഴുതനയൊക്കെ നന്നായിട്ട് വെന്താൽ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 2 നുള്ളി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചൂടോടെ സെർവ് ചെയ്യാം. അടിപൊളിയാണ്.